ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാനുള്ള മനസാന്നിധ്യം നിങ്ങൾക്കുണ്ടാവില്ല. കുറഞ്ഞ പക്ഷം ഇന്ന് രാത്രിയെങ്കിലും. ഗുഡ് നൈറ്റ്. കഴിഞ്ഞോ? തെളിവുകൾ നശിപ്പിക്കണം. ചോരക്കറപുരണ്ട വസ്ത്രങ്ങൾ നശിപ്പിച്ചു കളയണം. കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളും മായ്ച്ചില്ലാതാക്കണം. രാമു, പണ്ട് പഠിച്ച പാഠങ്ങൾ വല്ലതും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാം. വെറുതെ ഒരു വിസിറ്റ്, എ ടൂറിസ്റ്റ്. അവനവനെ പോലും വിശ്വസിക്കരുതെന്ന് ഒരേ കളരിയിൽ നിന്ന് പഠിച്ച നമ്മൾ പരസ്പരം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു പഴുത് ബാക്കി വെച്ചിരിക്കുമല്ലോ. നന്നായടാ. എല്ലാം വിട്ടൊഴിഞ്ഞ എന്റെ ഈ താവളം തന്നെ നീ ഇതിന് തിരഞ്ഞെടുത്തത്. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ രാമു, ഇന്നാദ്യമായി ഞാൻ പഠിച്ച പാഠങ്ങൾ തെറ്റിച്ചു. കൊല്ലാതെ തിരിച്ചു പോന്നു. എന്തു പറ്റി? തടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൾ ഒറ്റയ്ക്കുമായിരുന്നു. അവളോ? അതെ. ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ആത്മഹത്യക്ക്? യെസ്. എനിക്ക് അവളെ രക്ഷിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു. എന്തിന്? എന്തിനെന്ന് എനിക്കും അറിയില്ല. ചിലപ്പോൾ എല്ലാം വേണ്ടെന്ന് വെച്ച് പോന്ന ശേഷമുള്ള നാളുകൾക്കിടയിൽ ആവശ്യമില്ലാത്ത മനുഷ്യത്വം ചോരയിൽ കലർന്നു പോയതുകൊണ്ടാവാം. സേതു, രാധേ, നിങ്ങൾ എന്തിനെന്നെ രക്ഷിച്ചു? മരിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? പ്ലീസ് ടെൽ മീ. പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വേണ്ടിയിരുന്നത്. Come on, please tell me. Father. Good morning, Father. Very good morning. എങ്ങനെയുണ്ട് അസുഖമൊക്കെ? കുറവുണ്ട്. വെരി ഗുഡ്. ഇത് ആരാണ്? ഞാൻ സേതു. നാട്ടിലെ പരിചയക്കാരനാ. ഓ, ഐ സീ. ഐ ആം ഫാദർ ഫ്രാൻസിസ് അറക്കൽ. ഹലോ ഫാദർ. ഹലോ. സേതു പൊയ്ക്കോളൂ. നമുക്ക് പിന്നീട് കാണാം. സീ യു ഫാദർ. യാ. അകത്തിരിക്കാം ഫാദർ. ഷുവർ. കുറച്ച് ദിവസങ്ങളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. നീ പഴയ രാധയല്ല. എന്തോ നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല ഫാദർ. ഇന്നലെ സ്കൂളിൽ ലീവിന്റെ കാര്യം പറയാൻ നീ വന്നപ്പോൾ മറ്റെന്തോ കൂടെ പറയാൻ നീ ഒരുങ്ങിയല്ലോ. ഞാൻ പറഞ്ഞത്? യെസ്, പറഞ്ഞത് ലൈബ്രറി പർച്ചേസിനെ കുറിച്ച്. പക്ഷേ അതായിരുന്നില്ല നീ പറയാൻ തുടങ്ങിയത്. ഫാദർ, മനസ്സിലുള്ളത് മുഴുവൻ മൂടി വെക്കാൻ മാത്രം കാപട്യം നിനക്കില്ല രാധേ. ആരാണ് ഈ സേതു? നാട്ടിലെ. ഞാനും നിന്റെ നാട്ടുകാരനാണ്.
പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിചയക്കാരൻ? ഫാദർ, ചിലപ്പോൾ പറയാതിരിക്കാനും നിനക്ക് ന്യായങ്ങൾ കാണും. Let it be so. പക്ഷേ ഒരു പുരോഹിതന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല ഞാൻ എന്നും രാധയെ കണ്ടിട്ടുള്ളത്. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ടും അല്ല. എന്റെ സുഹൃത്തായിരുന്ന രാമൻ നായരുടെ മകളായ നിന്നെ എന്റെ മകളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രൈമറി ക്ലാസ്സിലെ ഒരു ടീച്ചർക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളല്ല ഞാൻ നിനക്കിവിടെ ചെയ്തു തന്നിരിക്കുന്നു. എന്റെ അധീനതയിലുള്ള ഈ ഗസ്റ്റ് ഹൗസ് അടക്കം. എനിക്കറിയാം ഫാദർ. ഒരച്ഛനോടുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിനക്ക് എന്നോട് എടുക്കാം. നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ് മോളെ ഞാൻ. പറയൂ, അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല ഫാദർ. അതായിരിക്കട്ടെ സത്യം. ചെറു, ഞാനൊരു കാര്യം പറയട്ടെ. നീ തിരിച്ചു പോ. രാമു, കൊല്ലാൻ പോലും കൊള്ളാത്തവരായടാ നമ്മൾ. അല്ലെങ്കിൽ പറ, ഇനി നിനക്ക് അവളെ കൊല്ലാൻ കഴിയുമോ? കഴിയില്ലടാ. അവളെയൊന്നല്ല, ആരെയും. ശരിയാണ് രാമു. നമ്മളിൽ ജീവിച്ചിരുന്ന കൊലയാളി മരിച്ചുപോയി. എല്ലാം ഒരു ദുസ്വപ്നം പോലെ. ആ ജീവിതം ഉപേക്ഷിച്ച് മനുഷ്യരുടെ ഇടയിൽ അവരിൽ ഒരാളായി നീയും ഞാനും കഴിച്ചുകൂട്ടിയ നാളുകൾ, അവയ്ക്ക് നമ്മളെ ഇത്രയേറെ മാറ്റാൻ കഴിഞ്ഞുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ തിരിച്ചു പോകുന്നതാണ് നല്ലത്. ആ ദൗത്യം നിറവേറ്റാൻ നിനക്കിന് കഴിയില്ല. മാത്രമല്ല, ഇനി ഇവിടെ നിന്നാൽ അവർ നിന്നെ തേടി വന്നേക്കും. വേണ്ട സേതു, പോയി രക്ഷപ്പെടും. ഇല്ല, ഒരു കാര്യം അറിയാതെ എനിക്കിവിടെ നിന്ന് പോകാനാവില്ല. പോയാൽ സ്വസ്ഥതയുണ്ടാവില്ല. അവൾ എന്തിനു മരിക്കാൻ ശ്രമിച്ചുവെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. നാട്ടിലെ പരിചയക്കാരൻ സേതു. എന്ത് വേണം നിങ്ങൾക്ക്? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന്? ഒരു കാര്യം അറിയണം, ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയും വേണം. ഇന്ന് രാവിലെ നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്തിനാണ് രക്ഷിച്ചതെന്ന്. രക്ഷിക്കാനല്ല ഞാൻ വന്നത്, കൊല്ലാൻ. യെസ്, ടു കിൽ യു. എന്തിനെന്നാവും പറയാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്നറിയണം. നിങ്ങൾ എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചു? മിസ്റ്റർ സേതു, യെസ്. നിങ്ങളെ കൊല്ലാനുള്ള ദൗത്യം എന്റേതായിരുന്നു. നിങ്ങൾ എന്തിന് സ്വയം അത് ഏറ്റെടുത്തു? Tell me. I demand an answer. എന്നോട് പറയാം. മറ്റാരും കേൾക്കാനില്ല. എനിക്കാരോടും പറയാനുമില്ല.